ഈ സെഷനിൽ എന്താണ് ലേണിങ്ങിൻ്റെ ഡെഫിനിഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേണിംഗ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേണിങ്ങിൽ ഹാബിറ്റുവേഷനും സെൻസിറ്റൈസേഷനും എക്സാമ്പിൾസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ആദ്യമേ തന്നെ ലേണിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. എനി റിലേറ്റീവ്ലി പെർമനൻറ്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ ദാറ്റ് ഒക്കേഴ്സ് ആസ് എ റിസൾട്ട് ഓഫ് പ്രാക്ടീസ് ഓർ എക്സ്പീരിയൻസ്. ഒരു ഓർഗാനിസത്തിൻ്റെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ചാണ്. ഏതെങ്കിലും തരത്തിലുള്ള ചേഞ്ചിനെ നമുക്ക് എന്ത് വിളിക്കാം? ലേണിംഗ് എന്ന് വിളിക്കാം. അത് ഉണ്ടാകാനുള്ള കാരണം പ്രാക്ടീസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ പ്രാക്ടീസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കൊണ്ട് ഒരു ഓർഗാനിസത്തിൻ്റെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന പെർമനൻ്റ് ആയിട്ടുള്ള ചേഞ്ചിനെയാണ് ലേണിംഗ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ലേണിങ്ങിൻ്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് അല്ലെങ്കിൽ ആ ഡെഫിനേഷനെ ബേസ് ചെയ്ത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഇപ്പോൾ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ്, ബിഹേവിയറൽ മോഡിഫിക്കേഷനാണ്. ഒക്കേഴ്സ് ഡ്യൂ ടു പ്രാക്ടീസ് ഓർ എക്സ്പീരിയൻസ് ആൻഡ് നോട്ട് ഡ്യൂ ടു ഗ്രോത്ത് ഓർ മച്ചുറേഷൻ. അപ്പോൾ ഇത് ഉണ്ടാകാനുള്ള കാരണം പ്രാക്ടീസ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ട്രയൽസ്, അതുപോലെ തന്നെ എക്സ്പീരിയൻസ്, എക്സ്റ്റേണൽ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ നിന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടല്ല മോഡിഫിക്കേഷൻ സംഭവിക്കുന്നത്? നോട്ട് ഡ്യൂ ടു ഗ്രോത്ത് ഓർ മച്ചുറേഷൻ. ഇപ്പോൾ പ്രായം കൂടുന്നത് കൊണ്ടോ മച്ചുവർ ആകുന്നത് കൊണ്ടോ ഉണ്ടാകുന്ന മാറ്റമല്ല, പ്രാക്ടീസ് കൊണ്ടും എക്സ്പീരിയൻസ് കൊണ്ടുമാണ് ബിഹേവിയറൽ മോഡിഫിക്കേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ള ചേഞ്ചാണ് ബിഹേവിയറിൽ സംഭവിക്കുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ ബിഹേവിയർ ഒക്കേഴ്സ് ഡ്യൂ ടു പ്രാക്ടീസ് ഓർ എക്സ്പീരിയൻസ് ആൻഡ് നോട്ട് ഡ്യൂ ടു ഗ്രോത്ത് ഓർ മച്ചുറേഷൻ, ദെൻ റിലേറ്റീവ്ലി പെർമനൻറ്റ് ചേഞ്ച്. ഇപ്പോൾ ലേണിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, പല കാറ്റഗറീസ് ഉണ്ട്. ആ ലേണിംഗ് മെക്കാനിസംസ് ഏതൊക്കെയാണെന്നൊന്ന് നമുക്ക് 1 by 1 ആയിട്ട് അതിൻ്റെ പേരുകൾ ലിസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ ഹാബിറ്റുവേഷൻ, ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ഫോമാണ്. ദെൻ സെൻസിറ്റൈസേഷൻ, ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറൻറ്റ് കണ്ടീഷനിങ്, ടേസ്റ്റ് അവേർഷൻ, ലേറ്റൻറ്റ് ലേണിംഗ്, ഇൻസൈറ്റ് ലേണിംഗ്, ഇമിറ്റേഷൻ, ലേണിംഗ് സെറ്റ് ലേണിംഗ്, ഇംപ്രിൻറ്റിങ്. അപ്പോൾ ഇത്രയാണ് സാധാരണ രീതിയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേണിംഗ് മെക്കാനിസംസ്. അപ്പം ഇനിയുള്ള സെഷനുകളിൽ നമ്മൾ ഓരോ ലേണിംഗ് മെക്കാനിസത്തെക്കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഫസ്റ്റ് ടൈപ്പ് ഹാബിറ്റുവേഷൻ എന്താണെന്നുള്ളത് ഒന്ന് അനലൈസ് ചെയ്യാം, ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇറ്റ് ഈസ് ദ ഗ്രാജുവൽ റിഡക്ഷൻ ഇൻ റെസ്പോൺസ് ടു എ റിപ്പീറ്റഡ് സ്റ്റിമുലസ് ദാറ്റ് ഈസ് ഇറലവൻറ്റ് ടു ദ ആനിമൽ. അപ്പോൾ ഒരു ഓർഗാനിസത്തിന് അതിൻ്റെ എക്സിസ്റ്റൻസിനെ, അതിൻ്റെ നോർമൽ എക്സിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യാത്ത ഒരു സ്റ്റിമുലസിന് എഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സ്റ്റിമുലസ് റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് കാണിക്കുന്ന റെസ്പോൺസിലുള്ള റിഡക്ഷനെയാണ് ഹാബിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓർഗാനിസം എല്ലാ തരത്തിലുള്ള സ്റ്റിമുലസിന് എഗെയിൻസ്റ്റ് ആയിട്ടും വളരെ ഇൻറ്റൻസിറ്റിയിൽ റെസ്പോണ്ട് ചെയ്യത്തില്ല. റെലവൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും കൂടുതൽ. ഇറലവൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസ് ആണെങ്കിൽ ആദ്യമേയൊക്കെ ആ സ്റ്റിമുലസിന് എഗെയിൻസ്റ്റ് ആയിട്ട് റെസ്പോൺസ് കാണിക്കും. പക്ഷേ ഇറലവൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസ് റിപ്പീറ്റഡ് ആയിട്ട് ഓർഗാനിസം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ റെസ്പോൺസ് എന്ന് പറയുന്നത് ഗ്രാജുവലായിട്ട് കുറയും, അവസാനം കംപ്ലീറ്റ്ലി ഇല്ലാതാകും. ഇപ്പം ഇത് ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ലേണിംഗ് മെക്കാനിസമാണ്. ഇപ്പോൾ ഓർഗാനിസംസ് റിസീവ് വേരിയസ് സ്റ്റിമുലൈ ഫ്രം ദ എൻവയോൺമെൻറ്റ്. ഓരോ ഓർഗാനിസത്തിനും എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്ന് പലതരത്തിലുള്ള സ്റ്റിമുലസും ഓരോ സമയത്തും അത് റിസീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് തന്നെ റെലവൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസും ഉണ്ടായിരിക്കും, ഇറലവൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസും ഉണ്ടായിരിക്കും. എല്ലാ തരത്തിലുള്ള സ്റ്റിമുലസിന് എഗെയിൻസ്റ്റ് ആയിട്ടും റെസ്പോൺസ് കാണിക്കുകയാണെങ്കിൽ ആ ഓർഗാനിസത്തിന് വൈറ്റൽ ആക്ടിവിറ്റീസ് ഒന്നും ക്യാരി ഔട്ട് ചെയ്യാനുള്ള സാവകാശം കിട്ടില്ല. ഈ റെസ്പോൺസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം മാത്രമേ കിട്ടത്തുള്ളൂ. ഹാബിറ്റുവേഷനുള്ള ഒരു എക്സാമ്പിളാണ്, ഹാബിറ്റുവേഷൻ എന്ന് പറയുന്ന ലേണിംഗ് മെക്കാനിസത്തിൻ്റെ ഒരു എക്സാമ്പിളാണ് നിങ്ങളിവിടെ കാണുന്നത്. അതായത് ഒരു കോൺഫീൽഡിൽ കുറേ ക്രോസ് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ബേർഡ്സ് എന്ന് പറയുന്നത് അവിടെയുള്ള ധാന്യങ്ങൾ തിന്ന് നശിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇവയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ അഗ്രികൾച്ചറൽ ഫീൽഡിൻ്റെ ഓണർ അല്ലെങ്കിൽ ആ അഗ്രികൾച്ചറൽ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തി, ആ ഫാർമർ,
അവിടെ ഒരു സ്കെയർ ക്രോയെ കൊണ്ടുവന്ന് വെക്കുന്നു, ഒരു നോക്കുകുത്തിയെ കൊണ്ട് വെക്കുന്നു. അപ്പോൾ ഈ ഓബ്ജക്റ്റ് കൊണ്ട് വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബേർഡ്സിനെ അവിടെ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമേ ഈ സ്കെയർ ക്രോയെ കാണുമ്പോൾ ബേർഡ്സ് പെട്ടെന്ന് അത് ഒരു ത്രെട്ടാണ്, ഒരു ഹാംഫുൾ ആയിട്ടുള്ള സ്റ്റിമുലസ് ആണ് എന്ന് മനസ്സിലാക്കി അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു. അതായത് അവരവിടെ നിന്ന് പറന്നു പോകുന്നു, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഏരിയയിലേക്ക്, സ്കെയർ ക്രോ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ പർട്ടിക്കുലർ ഏരിയയിലേക്ക് വരാൻ അവർക്ക് താല്പര്യം കാണത്തില്ല, അവർക്ക് പേടിയായിരിക്കും. പക്ഷെ പിന്നീട് അവർ മനസ്സിലാക്കുന്നു ഈ പർട്ടിക്കുലർ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് വലിയ ഹാംഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും അവയ്ക്ക് ഇമ്പോസ് ചെയ്യുന്നില്ല, ത്രെട്ട് ഒന്നും ഇമ്പോസ് ചെയ്യുന്നില്ല. ഈ കാര്യം മനസ്സിലാകുമ്പോൾ, അല്ലെങ്കിൽ ഈ സ്കെയർ ക്രോ എന്ന് പറയുന്ന ഒബ്ജക്റ്റ്, ആ സ്റ്റിമുലസ്, അതിൻ്റെ സൈറ്റ് എന്ന് പറയുന്ന ആ സ്റ്റിമുലസ് എന്ന് പറയുന്നത് ഇറലവൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസ് ആയിട്ട് അവയ്ക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കി എടുക്കും. ഇങ്ങനെയുള്ള ലേണിങ് അവയിൽ സംഭവിക്കും. പിന്നീട് ഈ സ്കെയർ ക്രോ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് കൊണ്ട് അവർ പേടിയുള്ള ഇൻഡിവിജ്വൽസ് ആയിട്ട് മാറില്ല. അവർ സ്കെയർ ക്രോ ഉള്ള ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ പർട്ടിക്കുലർ ഏരിയയിലും വളരെ ഈസി ആയിട്ട്, അല്ലെങ്കിൽ വളരെ പേടിയില്ലാതെ തന്നെ അവർ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ സ്കെയർ ക്രോയുടെ മുകളിൽ ക്രോസ് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട്. ഇത് ഏത് പാഠത്തിലും നമുക്ക് ഇങ്ങനെയുള്ള നോക്കുകുത്തികളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ഇത് ഇറലവൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസ് ആണ് എന്ന് ബേർഡ്സ് മനസ്സിലാക്കി അത് ലേൺ ചെയ്ത് അവ പിന്നീട് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് റെസ്പോൺസ് ഒന്നും കാണിക്കാത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ള ഒരു ഹാബിറ്റുവേഷൻ എന്ന് പറയുന്ന ലേണിംഗ് മെക്കാനിസത്തിൻ്റെ ഒരു എക്സാമ്പിളാണ്. രണ്ടാമത്തെ ഹാബിറ്റുവേഷൻ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് സൂ ആനിമൽസ് വിസിറ്റേഴ്സുമായിട്ട് കാണിക്കുന്ന റിഡക്ഷൻ ഓഫ് റെസ്പോൺസ് അത് ഉദാഹരണമായിട്ട് എടുക്കാം. അതായത് ഈ സൂ ആനിമൽസ് ആ സൂയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഏർലി സ്റ്റേജിൽ അവർ വിസിറ്റേഴ്സിനെ കാണുമ്പോൾ വിസിറ്റേഴ്സ് ശബ്ദങ്ങൾ ഉണ്ടാക്കുകയും അവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ചേഷ്ടകളൊക്കെ കാണിക്കുമ്പോഴേക്കിന് ആദ്യമേയൊക്കെ അവർ റെസ്പോണ്ട് ചെയ്യും. ചിലപ്പോൾ അത് ത്രെട്ടായിട്ടൊക്കെ അവർക്ക് ഫീൽ ചെയ്യും, അഗ്രസീവായിട്ടുള്ള ബിഹേവിയറൊക്കെ പലപ്പോഴും കാണിക്കാറുണ്ട്. പക്ഷെ പിന്നീട് ആ പർട്ടിക്കുലർ എൻവയോൺമെൻറ്റിൽ അഡാപ്റ്റഡ് ആയി കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലുള്ള സ്റ്റിമുലസ്, അതായത് വിസിറ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഇതുപോലുള്ള ശബ്ദങ്ങളും അവരെ വിളിക്കുന്നതും ചേഷ്ടകളും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതുകൊണ്ട് ആ പർട്ടിക്കുലർ ഓർഗാനിസത്തിൻ്റെ എക്സിസ്റ്റൻസിന് ഒരു രീതിയിലുള്ള ഇൻഫ്ലുവൻസും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ കാര്യം ലേൺ ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് എന്ത് കാണിച്ചാലും ഈ ആനിമൽസ് വിസിറ്റേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യത്തില്ല. ഇനി ഹാബിറ്റുവേഷന് ഒരു എക്സ്പെരിമെൻ്റൽ എവിഡൻസ് ആണ്. അത് ഇംഗ്ലീഷുകാരനായിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ജോർജ് ഹംപ്രി എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് സ്നെയിലിൽ നടത്തിയ ഒരു എക്സ്പെരിമെൻ്റ് ആണ്, ജോർജ് ഹംപ്രീസ് എക്സ്പെരിമെൻ്റ് ഓൺ സ്നെയിൽ. അപ്പോൾ ഇദ്ദേഹം ചെയ്തത് ഇത്രയേ ഉള്ളൂ. ഒരു സ്നെയിലിനെ എടുത്തു, ആക്റ്റീവായിട്ടുള്ള ഒരു സ്നെയിലിനെ എടുത്ത് അദ്ദേഹം ഒരു ബോർഡിനകത്ത് പ്ലേസ് ചെയ്തു. എന്നിട്ട് ആ ബോർഡിൻ്റെ സർഫസിലൂടെ അതിനെ മൂവ് ചെയ്യാൻ അനുവദിച്ചു. ഹി മെയ്ഡ് എ സ്നെയിൽ ടു ക്രോൾ ഓൺ എ ബോർഡ്. പിന്നീട് അദ്ദേഹം ചെയ്തത് ഈ ബോർഡിനകത്ത് റെഗുലർ ആയിട്ടുള്ള ഇൻ്റർവെൽസിൽ ഒരേ ഇൻറ്റൻസിറ്റി ഉള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ഷെയ്ക്സ് കൊടുത്തു. അതായത് ജെർക്ക് ചെയ്തു, ബോർഡിനെ ഇളക്കി കൊടുത്തു. ചെയ്തത് ഒരേ ഇൻറ്റൻസിറ്റി ഉള്ള ജെർക്സ് റെഗുലർ ആയിട്ടുള്ള ഇൻ്റർവെൽസിൽ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യമേ ഈ ജെർക്സ് ഉണ്ടായപ്പോൾ, ഈ ഇളക്കം ബോർഡിന് ഫീൽ ചെയ്തപ്പോൾ ഓർഗാനിസം അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് റെസ്പോൺസ് കാണിച്ചു. അതായത് അതിൻ്റെ ടെൻഡക്കിൾസ് ഒക്കെ അത് വിഡ്രോ ചെയ്തു, ഓർഗാനിസം അതിൻ്റെ ഷെല്ലിലേക്ക് റിട്രാക്റ്റഡ് ആയി. പിന്നീട് ഈ ജെർക്ക് കൊണ്ട് ഓർഗാനിസത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്നില്ല. അതിൻ്റെ മൂവ്മെൻറ്റിനെ ഹിൻഡർ ചെയ്യുന്ന രീതിയിൽ ഹെവി ഫോഴ്സ് ഉള്ള ജെർക്സ് അല്ല ഈ ഹംപ്രി ഉണ്ടാക്കിയത് എന്ന് ഈ സ്നെയിൽ മനസ്സിലാക്കി സ്നെയിൽ എന്ത് ചെയ്തു, പിന്നെയും മൂവ് ചെയ്യാൻ തുടങ്ങി. അതായത് ഈ സെയിം ഇൻറ്റൻസിറ്റിയിലുള്ള ജെർക്ക് കണ്ടിന്യൂ ചെയ്തപ്പോൾ ഓർഗാനിസം അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് കുറച്ചുകൊണ്ട് വന്നു എന്നതാണ്. അതായത് അത് മനസ്സിലാക്കി ഇതൊരു ഇറലവൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസ് ആണ്. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് ഗ്രാജുവലായിട്ട് ഡിമിനിഷ് ചെയ്തു എന്നുള്ളതാണ്.
ഇനി ഹംബ്രി ചെയ്തത് ഈ ജെർക്കിൻ്റെ ഇൻറ്റൻസിറ്റി ഒരു സ്റ്റേജിൽ കൂട്ടി. അപ്പോൾ ഫോഴ്സ് കൂടിയപ്പോഴേക്കിന് ഓർഗാനിസം പിന്നെയും റെസ്പോണ്ട് ചെയ്തു. അപ്പോൾ ഇതാണ് ഹാബിറ്റുവേഷൻ്റെ ഒരു എക്സാമ്പിൾ, എക്സ്പെരിമെൻ്റൽ എവിഡൻസ്. ഇനി അടുത്ത ലേണിംഗ് മെക്കാനിസമാണ് സെൻസിറ്റൈസേഷൻ. ഹാബിറ്റുവേഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് സെൻസിറ്റൈസേഷൻ. ആനിമൽസ് ഷോ ആൻ ഇൻക്രീസ്ഡ് റെസ്പോൺസ് ടു റിപ്പീറ്റഡ് സ്റ്റിമുലസ്. അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള സ്റ്റിമുലസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇൻക്രീസ്ഡ് ആയിട്ടുള്ള റെസ്പോൺസ് കാണിക്കുന്നു. ഓരോ പ്രാവശ്യവും ഈ പറഞ്ഞ സ്റ്റിമുലസ് വരുമ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇൻറ്റൻസിറ്റി കൂടിയ രീതിയിൽ ഓർഗാനിസം റെസ്പോണ്ട് ചെയ്യുന്നു. അങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത് ഓർഗാനിസം മനസ്സിലാക്കി എടുക്കുന്നു. ഈ ടൈപ്പ് ലേണിംഗ് ആണ് സെൻസിറ്റൈസേഷൻ. അപ്പോൾ ഇവിടെ ഒരു പർട്ടിക്കുലർ സ്റ്റിമുലസിന് എഗെയിൻസ്റ്റ് ആയിട്ട് റെസ്പോൺസ് കൂടുതൽ കാണിക്കാൻ കാരണം എന്തായിരിക്കും? ആ സ്റ്റിമുലസ് എന്ന് പറയുന്നത് റെലവൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് ആയിരിക്കാം. ഓർഗാനിസത്തിൻ്റെ എക്സിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള റെലവൻ്റ് സ്റ്റിമുലൈ ഓർഗാനിസം എക്സ്പോസ്ഡ് ആകുമ്പോൾ, അല്ലെങ്കിൽ ആ റെലവൻ്റ് സ്റ്റിമുലൈ ഓർഗാനിസം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യവും ഈ പർട്ടിക്കുലർ സ്റ്റിമുലസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് കൂടിക്കൂടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഹാബിറ്റുവേഷൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഹാബിറ്റുവേഷൻ പറയുന്നത് ഇറലവൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഓർഗാനിസം അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് കുറച്ചുകൊണ്ട് വരും, അല്ലെങ്കിൽ അത് കുറയ്ക്കാനുള്ള ആ ലേണിംഗ് അച്ചീവ് ചെയ്യുമെന്നുള്ളതാണ്. റെസ്പോൺസ് കുറഞ്ഞ് വരുന്ന ഒരു മോഡിലേക്ക് അത് പോകും. ഇവിടെ അങ്ങനെയല്ല, റിലവൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസ് ആയതുകൊണ്ട് ഓരോ പ്രാവശ്യവും റിപ്പീറ്റഡ് ആയിട്ട് ഈ പർട്ടിക്കുലർ സ്റ്റിമുലസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇൻക്രീസ്ഡ് ആയിട്ടുള്ള റെസ്പോൺസ് ഓർഗാനിസം കാണിക്കും. അപ്പോൾ അതാണ് സെൻസിറ്റൈസേഷൻ. സെൻസിറ്റൈസേഷന് ഉള്ള എക്സാമ്പിളാണ് എൻകൗണ്ടർ വിത്ത് പ്രെഡേറ്റർ. ഇപ്പോൾ നിങ്ങൾ ഈ ഡയഗ്രത്തിനകത്ത് കാണുന്ന പോലെ ഒരു പ്രേ ഒരു പ്രെഡേറ്ററിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഓടുകയാണ്. അപ്പോൾ ആദ്യമേ ഈ പ്രെഡേറ്ററിൻ്റെ പ്രസൻസ്, അതിൻ്റെ ശബ്ദം ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഏർലി സ്റ്റേജസിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പിന്നീട് അടുത്ത പ്രാവശ്യം എക്സ്പോസ്ഡ് ആകുമ്പോൾ റെസ്പോൺസ് കൂടും, അതിൻ്റെ അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്കിന് റെസ്പോൺസ് കൂടും. അപ്പോൾ ഓരോ പ്രാവശ്യവും ഈ റെലവൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസ്, അതായത് പ്രെഡേറ്ററിൻ്റെ പ്രസൻസ് ഈ പ്രേയെ ഫീൽ ചെയ്യുമ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് അത് ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഹാബിറ്റുവേഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ലേണിംഗ് ആണ് സെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഓർഗാനിസത്തിൻ്റെ റെസ്പോൺസ് ഓരോ പ്രാവശ്യവും ആ റെലവൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസിന് എക്സ്പോസ്ഡ് ആകുമ്പോൾ കൂടുകയാണ് ചെയ്യുന്നത്. ഹാബിറ്റുവേഷൻ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. അവിടെ സ്റ്റിമുലസ് എന്ന് പറയുന്നത് ഓർഗാനിസത്തിൻ്റെ എക്സിസ്റ്റൻസിനെ ഒരു രീതിയിലും അഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റിമുലസ് അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കിന് ഓർഗാനിസം ആ ഇറലവൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് കൊണ്ടുവരും. അവസാനം കംപ്ലീറ്റ്ലി അത് റെസ്പോണ്ട് ചെയ്യാത്ത അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ഇതൊക്കെയാണ് ഹാബിറ്റുവേഷനും സെൻസിറ്റൈസേഷനും. അപ്പോൾ ഇനി അടുത്ത സെഷൻസിൽ നമ്മൾ ബാക്കിയുള്ള ലേണിംഗ് മെക്കാനിസംസ് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യും.